NABHൻ്റെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റാൻഡേർഡിലും കുറച്ച് കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് നമുക്ക്. ഇഫ് ദർ ഈസ് എ കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് ദാറ്റ് ഷുഡ് ബി മെറ്റ്, അത് മാറ്റം വരുത്താൻ പറ്റില്ല നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ. അത്തരത്തിൽ ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് ഈസ് ദർ ഇൻ COP14. That's D, fourth objective element. Care is taken to prevent adverse event like the wrong site, wrong patient and wrong surgery. നമുക്ക് വാർത്തകളിൽ നെഗറ്റീവായിട്ട് ഇടം പിടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെയും ഡോക്ടറുടെയും പേര്. കാരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് സർജറി മാറിപ്പോവുക, പേഷ്യൻ്റ് മാറിപ്പോവുക, അല്ലെങ്കിൽ ഇടത്തെ കാലിൽ ചെയ്യാനുള്ള സർജറി വലത്തെ കാലിൽ ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് റെഗുലറായി വന്നതുകൊണ്ടാണ് ഇതൊരു കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റായിട്ട് സർജറിയിൽ വെച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളുടെ ഹോസ്പിറ്റലിന് ഒരു റിട്ടേൺ ഗൈഡൻസ് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. അത് അവൈലബിൾ ആയിരിക്കണം. സർജറിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഓരോ പ്രൊസീജിയറുകൾക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഓരോ സർജറിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇത് വേരിഫൈ ചെയ്യുന്നതിനുള്ള ഒരു മെക്കാനിസം ഉണ്ടാവണം. ഇത് മാർക്ക് ചെയ്യുന്നത് സർജറിക്ക് മുമ്പ് മാർക്ക് ചെയ്യും, അത് വിസിബിൾ ആയിരിക്കുകയും ചെയ്യണം. പേഷ്യൻ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ടാഗോ ബാഡ്ജോ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കണം. അദ്ദേഹത്തിൻ്റെ സർജറി ചെയ്യുന്നതിനുള്ള സൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം, അത് വിസിബിൾ ആയിരിക്കണം. നമ്മൾ പേഷ്യൻ്റിനെ സർജിക്കൽ ടേബിളിലേക്ക് കയറ്റുന്നതിന് ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ അവരെ ധരിപ്പിച്ച് കഴിഞ്ഞാലും വിസിബിലിറ്റി ഉള്ള രീതിയിലായിരിക്കണം ആ മാർക്കിങ്ങുകൾ നമ്മൾ കൊടുക്കേണ്ടത്. ഈ മാർക്ക് ചെയ്യുന്നത് സർജറി ചെയ്യുന്ന ഡോക്ടർ കഴിയുന്നത്ര പേഷ്യൻറ്റിൻ്റെ പ്രസൻസ് യൂസ് ചെയ്യണം, അറിവ് യൂസ് ചെയ്യണം. ഇത് പോസിബിൾ ആണെങ്കിൽ, ഇപ്പം അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റെ കാര്യത്തിലാണെങ്കിൽ അവരുടെ നിയറസ്റ്റ് ഫാമിലി മെമ്പറുമായിട്ട് ചേർന്ന് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നല്ലതാണ്. കാരണം അവർക്ക് അവരുടെ സ്വകാര്യ വിഷയമാണത്. കൂടുതൽ നമ്മളെക്കാൾ തെറ്റ് പറ്റാനുള്ള സാധ്യത കുറയുന്നത് അവർക്കാണ്. സോ അത്തരത്തിൽ അവർക്ക് കൃത്യമായിട്ടറിയാം എൻ്റെ ഇടത്തെ കയ്യിലെ ചൂണ്ടുവിരലിലാണ് ഇപ്പോൾ ഈ പ്രശ്നമുള്ളത്. മൾട്ടിപ്പിൾ സർജറീസ് അറ്റ് എ ടൈം നടത്തുകയാണ്, മൾട്ടിപ്പിൾ സർജൻസ് ഉണ്ട്, ഒരാളാണിത് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ആ മാർക്ക് ചെയ്ത ഡോക്ടർ ആൾവേസ് സർജിക്കൽ പ്രൊസീജിയറിൽ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടീം മെമ്പർ ആരെങ്കിലുമാണ് ഇത് മാർക്ക് ചെയ്യുന്നതെങ്കിൽ തെറ്റില്ല. സർജിക്കൽ ടീം മെമ്പറായ ഒരു ഡോക്ടറാണെങ്കിൽ അദ്ദേഹം ഓൾവേസ് ആ സർജിക്കൽ പ്രൊസീജിയറിൽ അവിടെ ഉണ്ടാവണം. സോ നമുക്ക് മൾട്ടിപ്പിൾ പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കണം. മൾട്ടിപ്പിൾ ലെവൽ ഓഫ് സർജറീസ് ഉണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത് ഓരോ ഡോക്ടറുടെയും രീതി അനുസരിച്ചല്ല ചെയ്യേണ്ടത്. അതിന് എങ്ങനെ ചെയ്യണം എന്നതിന് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ഉണ്ടാവണം. ഇതെല്ലാം ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കേസാണ് കേട്ടോ. കൃത്യമായും നമ്മുടെ പേഷ്യൻ്റെ സേഫ്റ്റി, നമ്മുടെ രാജ്യം ഇന്ന് ഏറ്റവും എക്കണോമിക്കായിട്ട് മനുഷ്യർ ട്രീറ്റ്മെൻറ്റിന് എത്താൻ കഴിയുന്ന രീതിയിൽ മെഡിക്കൽ ടൂറിസത്തിന് ഇമ്പോർട്ടൻസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോഴും വിദേശികളായ മനുഷ്യർ നമ്മുടെ അടുത്തേക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് സംബന്ധമായ യാത്രകൾ ചെയ്തെത്തണമെങ്കിൽ നമ്മൾ ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ നമ്മളുടെ ഭരണാധികാരികൾ, രാഷ്ട്രീയക്കാർ ഒക്കെ പലപ്പോഴും ഇവിടെ എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് ഏറ്റവും മികച്ച ചികിത്സാ സംവിധാനമാണ് ജനത്തിന് തരുന്നതെന്ന് പറഞ്ഞിട്ട് അവരുടെ ചികിത്സയ്ക്ക് അവർ അമേരിക്കയിൽ പോകും. കാരണം അവർ ആ ക്വാളിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഡോക്ടേഴ്സൊക്കെ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്, നമ്മുടെ ഫെസിലിറ്റീസ് ലോകോത്തരമാണ്, നമ്മുടെ ചികിത്സാ സംവിധാനങ്ങൾ കോവിഡ് സമയത്ത് പോലും ലോകത്തെ ഞെട്ടിച്ചു, അത്ര മനോഹരമാണ് എന്ന് പറഞ്ഞിട്ടും
നമ്മളുടെ ഭരണാധികാരികൾക്ക് ഒരു ചികിത്സ വേണമെങ്കിൽ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അത് സംഭവിക്കാതിരിക്കാൻ നാളെ ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വന്ന് ചികിത്സ നേടാൻ നമുക്ക് COP 14D ഒന്ന് കൃത്യമായിട്ട് പിടിക്കാം. COP 14D, കെയർ ഈസ് ടേക്കൺ ടു പ്രിവെൻറ്റ്. വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക. പ്രിവെൻറ്റ് അഡ്വേഴ്സ് ഈവൻ ലൈക്ക് റോങ് സൈറ്റ്, റോങ് പേഷ്യൻറ്റ് ആൻഡ് റോങ് സർജറി.